ഹായ് ഡിയർ പാരൻസ്, ഇന്നത്തെ ലൈവുക്ക് എല്ലാവരെയും ನಾನು സ്വാഗതാക്കിക്കൊണ്ടല്ലേ. ഞങ്ങ കഴിഞ്ഞ ലൈവിലും ഡിസ്കഷൻ ആക്കിയ പോലെ ഇന്ന് ഞങ്ങളെ ഫാമിലിയുടെ കാരണം കൊണ്ടിട്ടു മക്ക പഠിപ്പിലും ബാക്ക് എങ്ങനെ ആവുറാറ് അതിൽ ഫാമിലീസിൽ ഞങ്ങ ഇതിന് മുന്നുള്ള സ്കൂൾസിലെ അങ്ങനെ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത് ഏതുണ്ട് ഞങ്ങൾ ഡിസ്കഷൻ ആക്കി. ഇനിയിപ്പോൾ ഫാമിലിയുടെ കാരണം കൊണ്ടിട്ടു മക്ക പഠിപ്പിൽ എങ്ങനെ ബാക്ക്വേർഡ് ആവുറാറ് അതൊരു വിഷയത്തിലാണ് ഞങ്ങൾക്ക് ഇന്നത്തെ ഡിസ്കഷൻ ആക്കാം. നിങ്ങളെല്ലാം റെഡിയല്ലേ? എല്ലാം റെഡിയല്ലേ? ഓക്കെ. അതിൽ ഫാമിലി ചൊന്നെങ്കിൽ അത് മോർ ഇമ്പോർട്ടൻറ്റ്. ഫാമിലി ചൊന്നെങ്കിൽ കുറേ ടൈപ്സിലുള്ള ഫാമിലീസ് ഉണ്ട്. ഒന്ന് സൂഫിക് ഫാമിലി ഉണ്ട് ചൊല്ലെ, ಅಂದರೆ സൂഫിക് ഫാമിലി ഉണ്ട്. സൂഫിക് ഫാമിലി ചൊന്നെങ്കിൽ മൃഗശാല വീട് ഉണ്ട് ചൊല്ലെ. അതായത് സൂല് നിങ്ങൾ നോക്കല്ല, എല്ലാ മൃഗത്തെ ഒരേ ഒരു സെല്ലിലാക്കി എന്തരാവും അടി പിടി അതായിട്ട് സിംഹത്തിക്ക് മാണ്ട കാണാകാവില്ല, മാനക്ക് പിന്നൊന്നര കാണാകാവില്ല, പിന്നൊന്ന് കാണാകാവില്ല. എപ്പാ നോക്കിയെങ്കിലും എന്തരായിട്ടിക്കോ കച്ചറയോടെ കൂടെയുള്ള കച്ചറയിട്ടിക്കോ. എപ്പാ നോക്കിയെങ്കിലും സമസ്യ, എപ്പാ നോക്കിയെങ്കിലും അടിപിടി. അതേപോലെ മേറ്റിക്കറ് ഈ ഫാമിലി എത്ര ഒരു കൂട്ടുകുടുംബത്തിൽ ജീവിക്കുന്ന ഒരു ഫാമിലി ആയിട്ട്. അപ്പൊ കൂട്ടുകുടുംബത്തിൽ നിൽക്കുന്ന എല്ലാം സൂഫിക് ഫാമിലിയാ അല്ല. ഈ ഒരു ടൈപ്പിലുള്ള ഫാമിലി മിക്കറുണ്ടായിട്ടിക്കറ് ഞാൻ ഇതിൽ ഡിസ്കഷൻ ആക്കാറ്. റൈറ്റ്. സൂഫിക് ഫാമിലി ചൊന്നെങ്കിൽ എപ്പാ നോക്കിയെങ്കിലും ഈ മാമി മർമോളുടെ പ്രശ്നം, മാമിയും നാത്തൂണ് തമ്മിലുള്ള പ്രശ്നം, എപ്പം ഇങ്ങനെ ഇടയിൽ ഈ ഗലാട്ട അടി പിടി എപ്പാ നോക്കിയെങ്കിൽ ഇത് തീരുകയില്ല. മാമികായെങ്കിൽ ഏതുപോലെ സിംഹത്തിക്ക് മാണ്ട കാണുകാവില്ല, മാനക്ക് പിന്നൊരു ജീവിനെ കാണുകാവാത്തതുപോലെ മാമിക്ക് മർമൂല കാണുകാവില്ല, മർമൂലക്ക് മച്ചുഞ്ചിര കാണുകാവില്ല. ഇങ്ങനെ എപ്പാ നോക്കിയെങ്കിലും അടിയും പിടിയും പലക്കവും ഗലാട്ടയും ആയോണ്ടിക്കരെ ഫാമിലിയിൽ വളർന്നിട്ട് പണ്ടേ മക്കായെങ്കിൽ അവിടെ ഈ മുത്തുമക്ക പഠിപ്പിലു ബാക്ക്വേർഡ് ആവുകില്ലേ ചാൻസസ് യാറാ ചൊന്നെങ്കിൽ എപ്പാ നോക്കിയെങ്കിലും ഇതേ ആയിട്ടിക്കറിങ്ങ കാണണ്ടേ. ഇനിയിപ്പോൾ ആ ഒരു ടൈപ്പിലു പണ്ടേ പാരൻസ് ഇത് ആ ഒരു ഇതില് ഫാമിലിയുടെ പണ്ട മക്കായെങ്കിലും സ്കൂളിലായെങ്കിലും അങ്ങനെ ആക്ടിവിറ്റി എങ്ങനെ കൊണ്ട് കണ്ടെങ്കിൽ അങ്ങനെ ദക്കര ശൈലി എങ്ങനെ ഉണ്ട് കണ്ടെങ്കിൽ ഇതേ ടൈപ്പ് ആയിട്ട്. ഈ ഒരു ടൈപ്പ് ആയിട്ടിക്കോ കറക്റ്റ് ഇതിരെ ഒബ്സർവ് ആക്കിയെങ്കിൽ ടീച്ചേഴ്സ് എല്ലാം ഇതിരെ കറക്റ്റ് ഫൈൻഡ് ഔട്ട് ആക്കുക. അവನು കവറേജിലിക്കില്ല, ഔട്ട് ഓഫ് കവറേജിലിക്കറ. കാരണ ഈ ഒരു ടൈപ്പിലുള്ള ഒരു കിടാവുരൊട്ടി ദക്കരെ സ്കൂളിൽ ദക്കര ഒരു കിടാവുര, ക്ലാസ് റൂമിൽ ദക്കര ഒരു കിടാവുരൊട്ടിಗೆ കറക്റ്റ് അവൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ട് നല്ല അവൻ്റെ ഒട്ടിಗೆ ഒന്ന് മുണ്ടിയെങ്കിൽ അവനു ചൊമ്മ അവನು ഇന്നലെ കണ്ടത്, ഇന്നലെ അവൻ അനുഭവിച്ചത്, അല്ലെങ്കിൽ അവന് സുബൈ ബറുമ്പത്ത് അനുഭവിച്ചത് കുറേ അവനക്ക് ഷെയർ ആക്കി. അതിപ്പോൾ ഉമ്മവും ബെലുമ്മവും എന്തരാക്കി ഗലാട്ടാക്കിയതായിട്ടിക്കോ, അബ്ബ ഉമ്മ ഗലാട്ടാക്കിയതായിട്ടിക്കോ, അല്ലെങ്കിൽ അങ്ങനെ ഇടയിൽ നരക്കരയിൽ അപ്പറ ഇപ്പറ ഗലാട്ടാക്കിയതായിട്ടിക്കോ, അല്ലെങ്കിൽ ഈ ഇലവുമൂത്തൻ്റെ ഇടയിൽ ഇങ്ങനെ ഔത്ത് ഗലാട്ടായതായിട്ടിക്കോ. അത് ഇത് എല്ലാം കണ്ടിട്ട് ഇനി അതേ അസറുക്കും ഞാൻ അവിടേക്ക് പോണല്ലേ, ഇന്ത്യ എന്തരാവുറാ, ഇന്ത്യ എങ്ങനെ ആവാ, ഇന്റും ഗലാട്ടാക്കുവാറാണ്ട് ചൊന്നിട്ടല്ലേ അതായിട്ട് കിടാക്കിടാവരെ തലയിൽ പണ്ടേ. അപ്പൊ ഇങ്ങനെയുള്ള ഈ സൂഫിക് ഫാമിലിയിൽ വളർന്നിട്ട് പണ്ടേ മക്കൾക്ക് ഈ കളിക്ക ഇന്തുളിക്ക പറഞ്ഞു വൈകല്യത്തെയും
റീസൺ എന്തിനായിട്ട് നാ പിന്നെ ചൊല്ലേ. നെക്സ്റ്റത്തെ ഇതിൽ ഞങ്ങളെ ലൈവിൽ നാ ഡിസ്കഷൻ ആക്കറ്. ഇങ്ങനെയുള്ള പണ്ട് ഫാമിലീസിൽ പണ്ട മക്ക പഠിപ്പിൽ ബാക്ക്വേർഡ് ആവുകല്ലേ ചാൻസസ് യാറാ. ഇനി എന്തെങ്കിലും നല്ല ടീച്ചേഴ്സ്, നല്ല കെയർ കൊടുക്കുന്ന ടീച്ചേഴ്സ് ഏതെങ്കിലും കിട്ടിപ്പോയെങ്കിലും സലാമത്ത്, എന്തെങ്കിലും ആ ഒരു മുഖാന്തരായെങ്കിലും അങ്ങനെ ഈ പഠിപ്പുക്ക് ചിലപ്പോൾ എന്താവല എഫക്റ്റ് ആവല. യാറത്തത് ഈ ഫാമിലീസിൽ ഇങ്ങനെയുള്ള ഫാമിലീസിൽ പണ്ട മക്കായെങ്കിൽ പഠിപ്പിലെല്ലാം ബാക്ക്വേർഡ് ആവുകല്ലേ സാധ്യത്തെ യാറായിട്ട്. അപ്പൊ ആ ഒരു വിഷയവും ഞങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. വെറും സ്കൂളിൽ അങ്ങനെ ദൂരിട്ട് സ്കൂളിൽ പഠിപ്പാട്ടില്ല, ടീച്ചർ അങ്ങനെ ദൂരിട്ട് അല്ലെ ഉസ്താദ് പഠിപ്പാട്ടില്ല, ടീച്ചർ പഠിപ്പാട്ടില്ല, അതെന്തൊരു സ്കൂളു അങ്ങനെ ഇങ്ങനെ ആരെയും ഞങ്ങൾ ദൂരിട്ട് കാര്യമില്ല. കാരണം ഞങ്ങൾക്കിടാവൂ ഒരു എൻവോൺമെന്റ് എങ്ങനെ, അവന് ജീവിക്കുന്ന ഏരിയ എങ്ങനെ, അതും ഒന്നുകൂടി ഞങ്ങൾ നോക്കരുത് നല്ലായിട്ട്. അപ്പോ സൂഫിക് ഫാമിലിയിൽ പണ്ട് വളർന്നിട്ട് പണ്ട് കിടാവായെങ്കിലും ഈ കിടാവു ബാക്ക്വേർഡ് ആവുകല്ലേ സാധ്യത്തെ യാറാ ചെന്നിട്ടു ഞങ്ങൾ ഈ ലൈവില് പഠിച്ച. ഇനിയിപ്പോ രണ്ടാമത്തതായിട്ടിരിക്കുന്നത് റെസ്റ്റോറൻറ്റ് ഫാമിലി. റെസ്റ്റോറൻറ്റ് ഫാമിലി ചെന്നെങ്കിൽ സെൽഫിസം, എനിക്ക് ചെന്നെങ്കിൽ എപ്പ റെസ്റ്റോറൻറ്റിൽ ചെന്നെങ്കിൽ ഹോട്ടലിലെ പോലെ അല്ലേ ഒക്കെ അല്ലേ, ഹോട്ടലിലെ പോലല്ല അത്. റെസ്റ്റോറൻറ്റ് ചെന്നെങ്കിൽ ഒരു ഞങ്ങൾ പോയിട്ട് നല്ല ഹോട്ടൽ തെക്കറ അതിൽ ഓർഡർ എടുക്കൂ, നല്ല ബയറുള്ള ആളെല്ലാം പണ്ട് ഞങ്ങളത് മാത്രം ഓർഡർ എടുക്കറ്, ഞങ്ങളെ ഫുഡ്സ് അത് ഇത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് എല്ലാം അത് ആ ടൈപ്പിൽ എല്ലാം ആക്കിയിട്ട് തന്നെ അങ്ങനെയുള്ള ഒരു ഇതായിട്ട് റെസ്റ്റോറൻറ്റ്. അതേപോലെ മൈറ്റിക്കറ് അതവിടെ പണ്ടതല്ല സെൽഫിസം. നന്റെ പെഞ്ഞായി, നന്റെ മക്ക, നന്റെ മാപ്പിള, നന്റെ മക്ക, ആ ഒരു ചൊന്നിട്ടുള്ള ആ ഒരു ടൈപ്പിൽ മെന്റാലിറ്റിയിൽ ജീവിക്കര്. ഇനി എന്തെങ്കിലും തിന്നോ കൊണ്ടുവന്നെങ്കിൽ എല്ലാ റൂമർ ഉൽഗത്തിൽ എല്ലാ തെപ്പാട്ടിട്ട് അതൊരു ഉൽഗത്തിൽ മാത്രമേ ഈ തിന്നോ കൊടുക്കര്. അതിപ്പോ ചിലപ്പോ കൂട്ടുകുടുംബത്തിലായിട്ടേക്കു ജീവിക്കര്. എന്തെങ്കിലും തിന്നോക അത് ഇതെല്ലാം കൊണ്ടുവന്നെങ്കിൽ ഇത് എല്ലാം ഉൽഗത്തില് ഇങ്ങനെ റൂമിലെ ഉൽഗത്തില് ആയി ഒരു ഇതില് തിന്നോ കൊടുക്കര്. പിറ്റാണ്ട് എന്താ അവര് ഇങ്ങനെ കണ്ടിര സൈഡില അല്ലെ വേസ്റ്റ് ಬಾಕ್ಸಿಲ್ಲ ಇದೆಲ್ಲ ಈಚಿ ಇದು ಎಂದ್ರೆ ಅವರಾರು ಇದ್ರೆ ಚಾಕ್ಲೇಟ್ ಇರ್ದ ಆ ತಿನ್ನೋಕೊಂಡು ಅಂದ್ರೆ ವೇಸ್ಟ್ ಇರ್ದೆಲ್ಲ ಕಂಡಾರು. ಅಪ್ಪ അവിടെ ആ കസിൻസ് അത് ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങനെ ആക്കിട്ടിരുന്ന ഞങ്ങൾ ഇങ്ങനെ തിന്ന അത് തിന്ന ഇത് എല്ലാം ചൊല്ലേ. അപ്പൊ ഈ മുത്തുമക്ക ഇതിലൂടെ എല്ലാം പഠിക്കരുത് ഒരു സെൽഫിസം ആയിട്ട്. ഇനിയിപ്പോ പഠിപ്പാട്ടൊക്കെ വേണമായിട്ടായെങ്കിലും അങ്ങനെ ഇങ്ങ ഈ റെസ്റ്റോറൻറ്റ് ഫാമിലിയിൽ വളർന്നിട്ട് പണ്ട മക്ക പഠിപ്പിൽ ബാക്കൗട്ട് ആവുകയുള്ള റീസൺ ഇത് എന്തൊരു ഇങ്ങനത്തെ പേരന്റ് എന്താക്കാറ് കൊണ്ടുണ്ടോ ഇങ്ങനമേ ഈ മക്കളുമേ എന്താക്കാറ് റൂമുകൾക്ക് ബായിലിട്ടിട്ട് പഠിപ്പാട്ടം ഇങ്ങനെ ഈ പഠിപ്പാട്ടം ഈ മക്കൾക്ക് എന്തൊരു സ്ട്രെസ് ഓവർ സ്ട്രെസ് ആവണം. ഈ സ്ട്രെസ് ഇന്നെങ്കിൽ മക്കൾക്ക് ഏതും ഓർമ്മ നിൽക്കാന് റൈറ്റ്. അപ്പൊ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഫാമിലിയിൽ വളർന്നിട്ട് പണ്ട മക്ക ഈ ഒരു സ്ട്രെസ് മുഖാന്തര എല്ലാത്തിലും ಎಲ್ಲ ಸೆಲ್ಫಿಸಮ್ ಆ ಮುಖಾಂತರ ಈ ಮಕ್ಕ ಬ್ಯಾಕ್ವರ್ಡ್ ಆಗುವ ಸಾಧ್ಯತೆയും ಯಾರಾವರು. അപ്പൊ ഈ ഒരു വിഷയവും ഞങ്ങൾ കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ആക്കുന്നത് നല്ല. ഇനി നെക്സ്റ്റത്തത് ഒരു ജണ്ട് കൂടി ഫാമിലി ഉണ്ട്. മൂന്നാമത്തത് ചെന്നെങ്കിൽ ഗോഡോൺ ഫാമിലി, നാലാമത്തത് ഐഡിയൽ ഫാമിലി റൈറ്റ്. അത് ഏതുണ്ട് ഞങ്ങൾക്ക് നെക്സ്റ്റത്തെ ലൈവിലും കാണാം. ಅದರ ಮುಖಾಂತರവും ഈ മക്ക ബാക്ക്വേർഡ് പോകണ്ടാറാണ് ചെന്നിട്ടു ആ വിഷയം നമുക്ക് പഠിക്കാം. റെഡിയല്ലേ? നൈസ് ടു മീറ്റ് യു. സീ അഗൈൻ. ബൈ. Enlight India, the right support for every student.